മലയാളത്തിലുള്ള ഖുത്ബ തർജുമയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് മുൻപോട്ട് വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്നത്തെ ഖുതുബയുടെ വിഷയം അൽ-റിസ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം അവൻ നിങ്ങൾക്ക് പോംവഴി ഉണ്ടാക്കി തരുന്നതാണ്. വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തുകൂടി നിങ്ങൾക്ക് അല്ലാഹു റിസ്ഖ് നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അർ-റസ്സാഖ്, നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നവൻ. അവൻ ശക്തനും കഴിവുറ്റവനുമാണ്. അർ-റസ്സാഖ് എന്നത് അല്ലാഹുവിൻ്റെ ഒരു നാമമാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്തും കൂടിയാണ്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ഖ് അവൻ ഔദാര്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ചെടികൾക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമുഖത്തുള്ള എല്ലാ ജീവികളുടെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതും അല്ലാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതുമാണ് അവൻ എല്ലാ സൃഷ്ടികളുടെയും റിസ്ഖ് ഏറ്റെടുത്തിരിക്കുന്നു എന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖലഖല്ലാഹു കുല്ല നഫ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നഫ്സിനെയും സൃഷ്ടിച്ചു. വഖതബ ഹയാതഹാ വ റിസ്ഖഹാ. എന്നിട്ട് ഓരോ നഫ്സിന്റെയും ജീവിതവും അതിനുള്ള ഭക്ഷണവും അല്ലാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്കുള്ള ഭക്ഷണം, റിസ്ഖ് നീതിപൂർവം അവൻ വിഹിതിച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും. അവരുടെ ഉപജീവനം അവർക്കിടയിൽ നാം വിഹിതിച്ച് നൽകിയിരിക്കുകയാണ്. അവന്റെ അറിവ് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാത്സല്യത്തോടുകൂടി അവൻ എല്ലാവർക്കും റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. അല്ലാഹു അവന്റെ അടിമകളോട് വലിയ വാത്സല്യമുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവൻ റിസ്ഖ് നൽകുന്നു. എങ്കിൽ മറ്റു ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ റിസ്ഖിനെ തടയുന്നു. അത് അവന്റെ കാരുണ്യത്തിന്റെയും അവന്റെ ലുത്ഫിന്റെയും ഒരു ഭാഗം തന്നെയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാരുണ്യം തടയപ്പെട്ടവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ മനസ്സിലാക്കുമായിരുന്നു, ഒരിക്കലും ഈ സമയത്ത് ഇത് എനിക്ക് യോജിച്ചതല്ല എന്നവൻ മനസ്സിലാക്കുകയും അവൻ ശാന്തമാവുകയും ചെയ്യുമായിരുന്നു. തത്വജ്ഞാനികളുടെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞത് കാണാം, അലിംതു അന്ന റിസ്ഖി ലാ യഅഖുദുഹു ഗൈരി. ഞാൻ അറിയുന്നു എന്റെ റിസ്ഖ് മറ്റൊരാളും എടുക്കുകയില്ല. ഫതമഅന്നത് നഫ്സി. അതുകൊണ്ട് എന്റെ മനസ്സ് എന്നും ശാന്തമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ഖ് അത് കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിൽ നാം യഥാർത്ഥമായ നിലക്ക് തവക്കുൽ ചെയ്തുകൊണ്ട്
നമ്മുടെ റിസ്ക്കിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ടും അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവരോട് അസൂയയില്ലാത്ത നിലക്കും നിങ്ങൾ അള്ളാഹുവിനോട് റിസ്ക് തേടിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്ദലല്ലാഹു ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖ്. റിസ്ഖിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരെക്കാൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാം മറ്റൊരാളോടും അസൂയപ്പെടേണ്ടതില്ല. ഓരോരുത്തർക്കും അവരവരുടെ റിസ്ഖിനെ അല്ലാഹു തആല അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ മറ്റൊരാളും കൈകടത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തൗഫിയ അഖ്സാ റിസ്ഖഹ. ഏതൊരു നഫ്സും അവൻ മരണപ്പെടുകയില്ല അവനിക്ക് അല്ലാഹു നിശ്ചയിച്ച റിസ്ക് മുഴുവനും അവനിക്ക് ലഭിക്കുന്നത് വരെ. വൈൻ അബ്തഅ അൻഹ, ചിലപ്പോൾ അത് വൈകിയേക്കാം. ഫയാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കൂ. വാജ്മിലു ഫി തലബ്, നിങ്ങളുടെ റിസ്ഖിനെ തേടുന്നതിൽ നിങ്ങൾ നല്ല മാർഗം നിങ്ങൾ സ്വീകരിക്കൂ. ഒരിക്കലും റിസ്ക് അല്പം നിങ്ങൾക്ക് വൈകിപ്പോയാൽ നിങ്ങളെ നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ അത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഫഇന്നഹു ലാ യുദ്റകു മാ ഇൻദല്ലാഹി ഇല്ലാ ബിതഅതിഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കിലുള്ളത് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന് ത്വാഅത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. റിസ്ക് എന്ന് പറയുമ്പോൾ അത് നാം വെറും ഭക്ഷണമോ അല്ലെങ്കിൽ സമ്പത്തോ മാത്രമല്ല, മറിച്ച് അതിന്റെ അർത്ഥം വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെല്ലാം അത് റിസ്ഖിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഫൽ ഈമാനു വൽ യഖീനു റിസ്ഖുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈമാനും യഖീനും അത് റിസ്ഖാണ്. അതുപോലെ നമുക്ക് നൽകുന്ന ആരോഗ്യവും ആഫിയത്തും അതും അല്ലാഹു നൽകുന്ന റിസ്ഖാണ്. ഒരിക്കൽ ഒരാൾ വലിയൊരു പഴയ കാലത്ത് സലഫു സ്വാലിഹ്യങ്ങളുടെ അടുക്കലേക്ക്, ഒരു മഹാന്റെ അടുക്കലേക്ക് വന്നു ഒരു ആവലാതി പറയുകയാണ്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ആ മഹാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ കണ്ണ് എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് 1,00,000 ദിർഹം പകരം തരാം, നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് തരാൻ കഴിയില്ല. വീണ്ടും ആ മഹാൻ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ 2 കൈയും എനിക്ക് തരൂ, ഞാൻ പകരം നിങ്ങൾക്ക് 1,00,000 ദിർഹം തരാം. അപ്പോഴും അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് ആ മഹാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് വില കെട്ടിയപ്പോൾ നിങ്ങൾ വലിയ സമ്പന്നും മുതലാളിയുമാണല്ലോ, എന്നിട്ടും നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങളുടെ ദാരിദ്ര്യത്തിനെ കുറിച്ച് നിങ്ങളും ഇപ്പോൾ ആവലാതിപ്പെടുകയാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തത് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ അത് അള്ളാഹു നൽകുന്ന അവന്റെ റിസ്ഖിൽപ്പെട്ടതാണ്. അതുപോലെ നല്ല സ്വഭാവം, ഒരു മനുഷ്യൻ ഏറ്റവും ഭംഗിയാക്കുന്ന അവന്റെ സ്വഭാവം അത് റിസ്ഖാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് കാണാം, ഇന്നല്ലാഹ തആല ഖസമ ബൈനകും അഖ്ലാഖകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവം അവൻ വിഹിതിച്ചിട്ടുണ്ട്. കമാ ഖസമ ബൈനകും അർസാഖകും, നിങ്ങളുടെ റിസ്ഖിനെ, നിങ്ങളുടെ ഭക്ഷണങ്ങളെ, നിങ്ങളുടെ ഉപജീവനത്തിന് നിങ്ങൾക്ക് വിഹിതിച്ചതുപോലെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വഭാവവും വിഹിതിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം എന്നതും ഒരു റിസ്ഖാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം അത് റിസ്ഖാണ്. അതുപോലെ അതിലൂടെ വിരിഞ്ഞുണ്ടാകുന്ന മക്കൾ അതും റിസ്ഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂട്ടത്തിലും തന്നെ നിങ്ങൾക്ക് ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. അതുപോലെ നിങ്ങൾക്ക് മക്കളും പേരമക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്. അതുപോലെ നിങ്ങൾക്ക് നല്ല വിശുദ്ധമായ ഭക്ഷണവും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നു. അതുപോലെ നല്ല ബുദ്ധിശക്തി, അതുപോലെ ഗ്രാഹ്യശക്തി, അതും റിസ്ക് തന്നെയാണ്. അതുപോലെ പരീക്ഷകളിലുള്ള വിജയങ്ങൾ അത് അല്ലാഹുവിൽ നിന്നുള്ള റിസ്ഖാണ്. അതുപോലെ അല്ലാഹു നൽകുന്നതിന് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അതും അല്ലാഹുവിന്റെ റിസ്ഖാണ്. അതുപോലെ നല്ല ഭരണ സ്വാധീനം ഉണ്ടാവുക,
എന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖാണ്. അതുപോലെ നിർഭയത്വമുള്ള രാജ്യം, നാട്, അത് അള്ളാഹുവിന്റെ റിസ്ഖാണ്. നല്ല ജീവിതം ഉണ്ടാവുക എന്നതും അള്ളാഹുവിന്റെ റിസ്ഖാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫാ ഫീ ജിസ്മിഹി ഇൻദഹു തആമു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ആർക്കെങ്കിലും അവൻ പ്രഭാതത്തിലാകുമ്പോൾ അവന്റെ ശരീരത്തിൽ അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്, അവന്റെ അടുക്കൽ ആ ദിവസത്തിലുള്ള ഭക്ഷണം ഉണ്ട് എങ്കിൽ അവൻ ദുനിയാവ് മുഴുവനും, ഭൗതിക ലോകം മുഴുവനും അവനക്ക് നൽകപ്പെട്ടതുപോലെയാണ്. അതുപോലെ ഒരാൾ നിങ്ങളെ കുറിച്ചുണ്ടാകുന്ന സുപ്രസിദ്ധി, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സുപ്രസിദ്ധി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖാണ്. അതുപോലെ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും പരസ്പരമുള്ള സഹവർത്തിത്വം എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖ് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റിസ്ഖ് അത് വിശാലമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെല്ലാം അത് അള്ളാഹുവിന്റെ റിസ്ഖിൽ പെട്ടത് തന്നെയാണ്. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ അടുക്കലാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാം ഖജനാവുകളുടെ താക്കോൽ, അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ചിലർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് വിശാലമാക്കി കൊടുക്കുകയും മറ്റു ചിലർക്ക് അത് കുടുസാക്കി നൽകുകയും ചെയ്യുന്നു. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുകയും, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവും നിങ്ങൾക്കില്ല. യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ അള്ളാഹു നൽകുന്നതിനെല്ലാം നിങ്ങൾ ശുക്റുള്ളവരാകണം, നന്ദിയുള്ളവരാകണം. അള്ളാഹു തആല പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ശുക്റുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതേസമയത്ത് നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അള്ളാഹു തആല പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, ഭൂമിയെ സഞ്ചാരയോഗ്യമാക്കിയിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹ വകുലൂ മിർ റിസ്ഖിഹി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ഭൂമിയിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹറാമ് നിങ്ങൾ ഭക്ഷിച്ചു പോകാൻ പാടില്ല, ഹലാലായതിനെ നിങ്ങൾ ഭക്ഷിക്കണം. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത്, ശുദ്ധമായത്, അനുവദനീയമായതിനെ നിങ്ങൾ ഭക്ഷിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന നമുക്ക് കാണാം, വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റിസ്ഖ് നൽകണേ, നീ റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത് നമുക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ റിസ്ഖ് തേടുകയും നമുക്ക് റിസ്ഖിന് വേണ്ടിയിട്ടുള്ള പ്രയത്നവും അധ്വാനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ റിസ്ഖ് വിശാലമാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് സുസ്ഥിരതയും സമാധാനവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെല്ലാം ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകി അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.